ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സെൽസ് ലോക്ക് ചെയ്ത് വെക്കുക, അതായത് നിങ്ങളുടെ ഫോർമുലാസ്, നിങ്ങൾ യൂസ് ചെയ്ത ഫോർമുലാസ് ഒന്നും കാണാതെ എങ്ങനെയാണ് സെൽസ് ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു എക്സൽ ഫയൽ നമ്മുടെ കൊളീഗ്സിന് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെന്ന് കരുതുക. അങ്ങനെയുള്ള സമയത്ത് അവർ ആ എക്സൽ ഫയൽ അവർക്ക് കാണുകയും വേണം, അതേസമയം എന്താണ് അവർ അതിലെ ഫോർമുലാസ് ഒന്നും ഓൾട്ടർ ചെയ്യാൻ പാടില്ല. അതായത് ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്ത് പോയാൽ എല്ലാം പോകും അല്ലേ. അങ്ങനത്തെ ഒരു മിസ്റ്റേക്സും അവരെ കയ്യിൽ നിന്ന് വരാൻ പാടില്ല. അതേസമയം അവർക്കത് വ്യൂ ചെയ്യുകയും വേണം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് സെൽസ് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഫോർമുല എഡിറ്റ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കില്ല. അത് മാത്രമല്ല, ചില ട്രിക്കി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സലിൽ ഇങ്ങനെയുള്ള ചില സമ്മൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആ ഫോർമുല, നമ്മൾ യൂസ് ചെയ്ത ഫോർമുല മറ്റാരും ഐഡൻറ്റിഫൈ ചെയ്യരുത് എന്നുണ്ടെങ്കിൽ ആ സമയത്തും കൂടി നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ലോക്ക് ചെയ്യുകയാണ് നമ്മൾ സെല്ലിനെ. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എൻറ്റയർ ഷീറ്റിനെ ലോക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. അതായത് ഒരു സെല്ലിലും ഒരാൾക്കും ഒന്നും ടൈപ്പ് ചെയ്യാൻ സാധിക്കാത്ത വിധം എങ്ങനെ ലോക്ക് ചെയ്യാമെന്നുള്ളത്. ബൈ ഡീഫോൾട്ട് എക്സലിലെ എല്ലാ സെൽസും തന്നെ ലോക്കിലായിരിക്കും ഉണ്ടാവുക. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ എൻറ്റയർ ഷീറ്റ് സെലക്ട് ചെയ്യാൻ അറിയാലോ. ഈ ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻറ്റയർ ഷീറ്റ് നമ്മുടെ സെലക്ട് ആവുന്നതായിരിക്കും. ദെൻ Ctrl+1 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ലോക്ക്ഡ് എന്ന്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ബൈ ഡീഫോൾട്ട് നമ്മുടെ എക്സലിലെ എല്ലാ സെൽസും തന്നെയും ലോക്ക്ഡ് ആയിരിക്കും. ദെൻ ഞാനിവിടെ ഓക്കെ തന്നെയാണ് അടിക്കുന്നത്. ക്യാൻസൽ അടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ ലോക്കിലാണ് ഇരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ടാബിൽ പോവുക. എന്നിട്ട് പ്രൊട്ടക്ട് ഷീറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ദെൻ ഇത് ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുത്തിട്ടല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ് അലൗ ഓൾ യൂസേഴ്സ് ഓഫ് ദിസ് വർക്ക് ഷീറ്റ് ടു എന്തൊക്കെ ചെയ്യണം, സെലക്ട് ലോക്ക്ഡ് സെൽസ്, സെലക്ട് അൺലോക്ക്ഡ് സെൽസ്. ഇത് മാത്രമേ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതായത് വർക്ക് ഷീറ്റിനെയും ലോക്ക്ഡ് സെൽസിലെ കണ്ടൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുക. പക്ഷെ നമുക്ക് യൂസേഴ്സിന് ഓപ്ഷൻസ് കൊടുക്കാം. എന്തിനുള്ള ഓപ്ഷൻ? സെലക്ട് ലോക്ക്ഡ് സെൽ, സെലക്ട് അൺലോക്ക്ഡ് സെൽസ്. ഈ രണ്ടിനുള്ള ഓപ്ഷൻ മാത്രം കൊടുത്തിട്ട് ഓക്കെ അടിക്കുകയാണ്. ഇനി നോക്കിക്കോളെ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു മെസ്സേജ് വരാം. ദ സെൽ ഓർ ചാർട്ട് യു ആർ ട്രൈങ് ടു ചേഞ്ച് ഈസ് ഓൺ എ പ്രൊട്ടക്റ്റഡ് ഷീറ്റ്. ടു മേക്ക് എ ചേഞ്ച് അൺപ്രൊട്ടക്ട് ദ ഷീറ്റ്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടുക. ഒരു ഫോർമുലയും കാണില്ല. ഇതിൽ പോയാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഇനി വേറെ ഏതെങ്കിലും ഫോർമുലാസ് യൂസ് ചെയ്ത് ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ട, അതിലും അങ്ങനെയുള്ള ഒരു മെസ്സേജ് തന്നെയാണ് വരിക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫോർമുല നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഫോർമുല നമുക്ക് ഈ ഫോർമുല ബാറിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൂടി ഇല്ലാണ്ടാക്കാൻ എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അൺപ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എൻറ്റയർ ഷീറ്റ് സെലക്ട് ചെയ്യുക. ദെൻ Ctrl+1 പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഹിഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം അല്ലേ. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ദെൻ ഓക്കെ അടിക്കുക. എന്നിട്ട് വീണ്ടും റിവ്യൂ ടാബിൽ പ്രൊട്ടക്ട് ഷീറ്റ് എടുക്കുക. ദെൻ ഓക്കെ അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല ബാറിൽ പോലും ഫോർമുല വരില്ല. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത ഫോർമുല ആരും കാണരുത് എന്നാണെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും ട്രിക്കൊക്കെ യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സംഭവം എങ്കിൽ, ആരും കാണരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ആപ്പിൾ എന്ന് പറയുന്ന ഈ സെല്ലിൽ പോലും നമുക്ക് ഒന്നും ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അതായത് എൻറ്റയർ ഷീറ്റിനെയാണ് നമ്മളിപ്പോൾ ലോക്കാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത് എങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് സർട്ടൻ സെൽസ് മാത്രം, അതായത് ഫോർമുലാസ് യൂസ് ചെയ്ത സെൽസ് മാത്രം ലോക്ക് ചെയ്താൽ മതിയെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അൺപ്രൊട്ടക്റ്റ് ആവുന്നതായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ലോക്ക് ആയിരിക്കും, ബൈ ഡീഫോൾട്ട് എല്ലാ സെൽസും ലോക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ലോക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. Ctrl+1 പ്രസ് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+1 പ്രസ് ചെയ്യുക. ദെൻ നമ്മൾ ഈ ലോക്കും ഹിഡനും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, എൻറ്റയർ ഷീറ്റിലുള്ള ലോക്കും ഹിഡനും ഒക്കെ നമ്മൾ എടുത്ത് മാറ്റി ഓക്കെ അടിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ സെല്ലിലൊക്കെ തന്നെ നമുക്ക് ഫോർമുലാസ് കാണാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് അല്ലേ. സപ്പോസ് എനിക്കിവിടെ ഈ സെൽസിലെ ഫോർമുലാസ് മാത്രം ഹൈഡ് ചെയ്താൽ മതി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സെൽസ് മാത്രം സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ Ctrl+1 എടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ലോക്ക്ഡും ഹിഡനും ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കറിയാലോ രണ്ടിൻ്റെയും യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ ലോക്ക്ഡും ഹിഡനും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഓക്കെ അടിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റിവ്യൂ ടാബിൽ പ്രൊട്ടക്ട് ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ,
ഇവിടെ നമുക്ക് നേരത്തെ വന്ന മെസ്സേജ് തന്നെയാണ് വരിക, അല്ലാണ്ട് ഫോമുലയും കാണില്ല, എഡിറ്റ് ചെയ്യാനും പറ്റില്ല. അതേസമയം നമുക്ക് ഈ സെൽസിലൊക്കെ തന്നെയും എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെർട്ടിക്കുലർ സെൽസ് മാത്രം ഹൈഡ് ചെയ്യേണ്ട സമയത്ത് ചെയ്യാം. എൻ്റെ ഷീറ്റിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വേണ്ട സെൽസിലെ ഫോമുലാസ് മാത്രം ഹൈഡ് ചെയ്യാനും നമ്മൾ കണ്ടു അല്ലേ. പക്ഷേ നമുക്ക് ഇതിലിപ്പോൾ ഫോമുലാസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് എവിടെയൊക്കെ ഫോമുലാസ് ഉണ്ടോ ഫോമുലയുള്ള സെൽസ് മാത്രം ലോക്ക് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? ഓക്കെ, അപ്പോൾ അതിനൊരു ഈസി വേ ഉണ്ട്. നമ്മളെല്ലാം സെലക്ട് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊരു ഈസി വേ ഉണ്ട്. ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് അൺപ്രൊട്ടക്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത ആ ലോക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മൾ ഹോം ടാബിൽ പോവുക. ഹോം ടാബിൽ പോയതിനു ശേഷം ഫൈൻഡ് ആൻഡ് സെലക്റ്റിൽ ഗോ ടു സ്പെഷ്യൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഫോമുലാസ് എന്നുള്ള ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോമുലയുള്ള എല്ലാ സെൽസും സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈസി വേ, അതായത് നമുക്ക് ഫോമുലയുള്ള സെൽസ് മാത്രം സെലക്ട് ചെയ്യാനുള്ള ഈസി വേ. ദെൻ കൺട്രോൾ 1 നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ 1 പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലോക്ക്ഡും ഹിഡണും സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ അടിക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ടാബിൽ പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊട്ടക്ട് ഷീറ്റ് എടുക്കുക. ദെൻ ഓക്കെ അടിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫോമുല യൂസ് ചെയ്ത ഏത് സെല്ല് ക്ലിക്ക് ചെയ്താലും ഒന്നും വർക്ക് ആവില്ല. ഫോമുല കാണാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ നമുക്ക് വേറെ എല്ലാ സെൽസിലും തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കണ്ടല്ലോ, ഇവിടെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൽസ് ലോക്ക് ചെയ്യുന്നത്. ഈസി അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.